ഓക്കെ, നമുക്കിനി അടുത്ത പഠിക്കാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾസ് ആണ്. എന്താണ് റെക്റ്റാങ്കിൾ? അതായത് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 4 സൈഡ് ഫിഗർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറയാം. അപ്പോൾ റെക്റ്റാങ്കിൾ ഒരു 4 സൈഡ് ഫിഗർ ആണ്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വിത്ത് എന്താ പറയുന്നത് 4 സൈഡ്സിലുള്ള ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും, അതായത് 90 ഡിഗ്രി. ഓട്ടോക്കാഡ് ഡെഫിനിഷൻ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ റെക്ടാങ്കുലർ പോളിലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ നോക്കി പോളിലൈൻ നമ്മൾ പഠിച്ചില്ലേ, പോളിലൈനിൽ ആക്ച്വലി ലൈൻ വരയ്ക്കാം, ആർക്ക് വരയ്ക്കാം, ഹാഫ് വിഡ്ത്ത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റും. അതിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാം ലൈനിനെ സംബന്ധിച്ചിടത്തോളം പോളിലൈൻ ഡിഫറെൻ്റ് ആവാൻ കാരണം അതൊരു സിംഗിൾ സെലക്ഷനാണ്. അപ്പോൾ ഈ സിംഗിൾ സെലക്ഷനായി വരുന്നത് കൊണ്ട് തന്നെ, അതായത് ഓട്ടോക്കാഡിൻ്റെ അകത്ത് റെക്ടാങ്കുലർ കമൻറ്റ് സിംഗിൾ സെലക്ഷനായി വരുന്നതുകൊണ്ട് തന്നെ അതിന് റെക്ടാങ്കുലർ പോളിലൈൻ എന്നാണ് വിളിക്കുന്നത്. ഒബ്വിയസ്ലി ആ ഒരു റെക്ടാങ്കുലർ പോളിലൈനിന് എന്താ പറയുന്നത്, ഒരു ലെങ്തും വിഡ്ത്തും ഒക്കെ എന്തായാലും കാണും. നമുക്ക് എങ്ങനെയൊക്കെ റെക്ടാങ്കിൾ ആക്സസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നേരത്തെ കമൻറ്റ്സ് എല്ലാം ആക്സസ് ചെയ്ത പോലെ തന്നെയാണ്. ഈ റിബൺ ടൂളിൻ്റെ അകത്ത് ഹോം ടാബിൻ്റെ ഉള്ളിൽ വരുന്ന ഡ്രോ പാനലിൻ്റെ അകത്ത് ഞാൻ റെക്ടാങ്കിളാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ചൂസ് ചെയ്യാം, അതൊരു മെത്തേഡ്. പിന്നെ എനിക്ക് രണ്ടാമത് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാണില്ലേ, ഇവിടെ കാണുന്ന മെനു ബാറിൻ്റെ ഉള്ളിൻ്റെ അകത്തുനിന്ന് ഡ്രോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റെക്ടാങ്കിൾ കാണാൻ പറ്റും. ഇനി റെക്ടാങ്കിൾ എടുക്കാനുള്ള വേറൊരു മെത്തേഡ് അതിന് ഷോർട്ട് കീ ആണ്. നേരത്തെ എല്ലാത്തിലും നോക്കിയ കണക്ക് തന്നെ റെക്ടാങ്കിൾ ഒരു ഷോർട്ട് കീ ഉണ്ട്. നമ്മൾ നേരത്തെ കമൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താ പറയുന്നത്, ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് 2 ലെറ്റേഴ്സൊക്കെയാണ്. അപ്പോൾ റെക്ടാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 3 ലെറ്റേഴ്സാണ്. നമ്മൾ കമൻറ്റ് ബോക്സിൽ REC എൻ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ കമൻറ്റ് ആക്ടിവേറ്റ് ആയി. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്പെസിഫൈ ദ ഫസ്റ്റ് കോർണർ പോയിൻ്റാണ്. ഞാൻ ഫസ്റ്റ്, അതായത് ആ റെക്ടാങ്കിളിൻ്റെ ഫസ്റ്റ് കോർണർ പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്യുവാണ്. സെക്കൻഡ് കോർണർ പോയിൻ്റ് ഞാൻ ലാസ്റ്റിലേക്ക് വന്നു സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഒരു നോർമൽ റെക്ടാങ്കിൾ കിട്ടി. ഇവിടെ റെക്റ്റാങ്കിൾ ഞാൻ വരയ്ക്കാൻ എടുത്ത സമയത്ത് ശ്രദ്ധിച്ചായിരുന്നു, കുറച്ച് അധികം കാര്യങ്ങൾ തൊട്ടപ്പുറത്തേക്കും ആ ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് മെൻഷൻ ചെയ്ത സമയത്ത് കണ്ടോ, അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഏരിയ കാണിക്കുന്നുണ്ട്, ഡയമെൻഷൻ കാണിക്കുന്നുണ്ട്, റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്. ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, ആസ് ഇഫ് ദ നെയിം പറയുന്നത് തന്നെ നമുക്കൊരു ഏരിയ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഏരിയ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഏതർ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് മാത്രം കൊടുത്തുകൊണ്ട് നമുക്കൊരു റെക്ടാങ്കുലർ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമുള്ള ഡയമെൻഷൻ ഏതാണ്, ലെങ്തും ബ്രെഡ്ത്തും കൊടുത്ത് ഡയമെൻഷൻ ചെയ്യാം. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെക്ടാങ്കിൾ എത്ര ആംഗിളിൽ ചരിഞ്ഞിരിക്കണം എന്നുള്ളതാണ് റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഫസ്റ്റ് ഏരിയ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ എന്നിട്ട് എന്താ പറയുന്നൊരു 1000 കൊടുക്കുകയാണ് ഏരിയ. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുന്നു. കാരണം നമ്മൾ വാല്യൂസ് എല്ലാം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കുമാണ് ആ കമൻറ്റ് എന്താ പറയുക ഓട്ടോക്കാഡ് ഡയറക്റ്റ് ചെയ്ത് നമുക്കതിൻ്റെ ഒരു വാല്യൂ തിരിച്ചു തരുന്നത്. ഇവിടെ ഞാൻ ലെങ്ത് കൊടുക്കാം, വിഡ്ത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിഡ്ത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു വിഡ്ത്ത് ഒരു 50 കൊടുത്തു, എൻ്റർ ചെയ്തു. എന്താ കണ്ടോ, ഇവിടെ എനിക്കൊരു എന്താ പറയുക, ഞാൻ ഇതിൻ്റെ അകത്ത് ഏരിയ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കൊടുത്ത 1000 ഏരിയ തന്നെയായിരിക്കും. ഞാൻ കൊടുത്ത 50 എന്താ പറയുന്നത് വിഡ്ത്തിൽ, ലെങ്ത് ഓൾറെഡി അത് തന്നെ സ്വന്തമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റെക്ടാങ്കിളിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഒന്നും അറിയില്ല, ഏതെങ്കിലും ഒന്നേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് ഡയമെൻഷൻ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഏരിയ വെച്ച് കണ്ടുപിടിച്ചു. ഞാൻ ഡയമെൻഷൻ കൊടുക്കുക. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ഏരിയ. ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ലെങ്ത് ചോദിക്കുന്നുണ്ട് അവർ. ലെങ്ത് ഞാനൊരു 60 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിക്കാം എന്നാൽ അടുത്ത വിഡ്ത്ത് കാണിച്ചാൽ, അപ്പോൾ ഞാനൊരു വിഡ്ത്ത് 30 കൊടുത്തു, എൻ്റർ. കണ്ടോ, ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നോക്കി കഴിഞ്ഞാൽ ഇത് ഈ സൈഡെന്ന് പറയുന്നത് എന്താ പറയുന്നത് 60 ആയിരിക്കും, ഈ സൈഡ് 30 ആയിരിക്കും. ഫസ്റ്റ് പോയിൻ്റ് മെൻഷൻ ചെയ്തു. ഡയമെൻഷന് പകരം ഞാൻ D എൻ്റർ കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 60 എൻ്റർ ചെയ്തു. പിന്നെ വിഡ്ത്ത് ഞാൻ കൊടുത്തു. ഇത് ഞാൻ മൗസ് മൂവ് ചെയ്യുമ്പം അത് ഞാൻ പ്രസ് ചെയ്തില്ല, എനിക്ക് എങ്ങോട്ടേക്കാണോ ആ റെക്ടാങ്കിൾ വേണ്ടത്, മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക്,
എനിക്ക് താഴേക്ക് മുകളിലേക്ക് എങ്ങോട്ടേക്കൊന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് മൗസ് മൂവ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക അത് പ്ലേസ് ചെയ്യാം. ഇതാണ് ഡയമെൻഷൻ വെച്ച്. അതായത് ഈ ഡയമെൻഷനിൽ നമുക്ക് എന്താ പറയുന്നത് ഏത് ഡയമെൻഷൻ കൊടുത്തോണ്ട് നമുക്ക് റെക്റ്റാങ്കിളിനകത്ത് വരയ്ക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ കണ്ടു റൊട്ടേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുന്നത് ഈ പോയിൻറ്റ്സ് ഏതാണെന്ന് പിക്ക് ചെയ്യാനായിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് ഒരു പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് എത്രത്തോളം ചരിഞ്ഞായിരിക്കണം എൻ്റെ പോയിൻ്റ് വരേണ്ടത് എന്നുള്ളതാണ് അടുത്തത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഓൾറെഡി 45 ഡിഗ്രി കിടക്കുന്നത് കൊണ്ടാണ്, അതായത് ഇവിടെ നിന്ന് ഓൾറെഡി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ആയിരിക്കും. കാരണം 45 ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഇവിടെ ആംഗിൾ കിടക്കുവാണ്. ഓക്കെയാണ്. റെക്റ്റാങ്കിൾ എടുത്ത് ഫസ്റ്റ് പോയിൻറ്റ്സ് സ്പെസിഫൈ ചെയ്ത് റൊട്ടേഷനിൽ ഏതൊരു പോയിൻ്റ് പിക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതാക്കി. ഇനി അടുത്ത് ഞാൻ ആംഗിൾ കറക്റ്റ് പ്രോപ്പർ ആംഗിൾ എത്രയാണെന്ന് അടിച്ചു കൊടുത്തിട്ട് കാണിക്കും. ഒരു 50 മാറി എനിക്ക് 50 അല്ല ഒരു 30 മാറി എനിക്ക് ആംഗിൾ ഉണ്ടെങ്കിൽ ഞാൻ 30 കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ വീണ്ടും എൻ്റെ അത് ചോദിക്കുന്നുണ്ടോ ഏരിയ വേണോ. വീണ്ടും നമുക്ക് ഈ ഒരു ആംഗിൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ ഏരിയയും ഡയമെൻഷനും നമുക്ക് എന്താ പറയുക മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അപ്പോൾ ഞാൻ ഇവിടെ ഡയമെൻഷൻ മെൻഷൻ ചെയ്ത് കൊടുക്കാം. എൻ്റർ 60 എൻ്റർ 30 എൻ്റർ. അതേ കണ്ടോ, ഇത് ഇത്രയ്ക്ക് ചരിഞ്ഞാവുന്നു. സോറി, സെലക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് സൈഡിലത്തേക്കാണത് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്തു ഞാൻ, അതിൽ റൊട്ടേഷനാണ് എടുത്തത്. റൊട്ടേഷനിൽ ഞാനൊരു ആംഗിൾ 30 കൊടുത്തു, എൻ്റർ ചെയ്തു. റൊട്ടേഷൻ്റെ ഉള്ളിൽ എനിക്ക് ഡയമെൻഷൻ കൊടുക്കണമെന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ആംഗിൾ കൊടുത്തു, സെക്കൻഡ് ആംഗിൾ കൊടുത്തു, എൻ്റർ. അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ, ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. ഇങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷം ഞാനൊരു ലൈൻ ഇവിടെ നിർത്തി ഇങ്ങനെ വരച്ചിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുത്ത 30 ഡിഗ്രിക്കാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ചരിവ്. ഇനി അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ളതാണ് കണ്ടത്. പക്ഷേ ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്യാൻ കൂടെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെയിൻഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഇപ്പോൾ നമ്മൾ ഈ മേശയൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ എന്താ പറയുക കോർണർ പോർഷനിൽ അധികം എന്താ പറയണ ഇത് ഷാർപ്പണായിരിക്കത്തില്ല. അത് ഏതരൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കറക്റ്റ് ഒന്ന് കർവ് ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് അത് കട്ട് ചെയ്തതിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആക്ച്വലി ആ കട്ട് ചെയ്യുന്ന പോർഷൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ അതിന് ചെയിൻഫർ എന്നും, ആ കട്ട് ചെയ്യുന്ന പോർഷൻ സർക്കുലർ ആണെങ്കിൽ അതിന് ഫില്ലറ്റ് എന്നാണ് പറയുന്നത്. അതാണ് ചെയിൻഫറും ഫില്ലറും തമ്മിലുള്ള വ്യത്യാസം. ചെയിൻഫർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കോർണർ പോയിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പം ചെയിൻഫറാണ് വേണ്ടത്. ചെയിൻഫർ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് എത്രയാണ്. അതിപ്പോൾ ഞാൻ പറയാം എക്സ് എത്രയാണെന്ന് വരച്ചിട്ട് 10 കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. വീണ്ടും 10 കൊടുക്കുന്നു. എക്സ് എത്രയാണെന്ന് ചോദിച്ചു, സെക്കൻഡ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നു, ഞാൻ എൻ്റർ കൊടുക്കുന്നു. ഞാൻ ഇനിയൊരു റെക്റ്റാങ്കിൾ എടുത്ത് ശരി, ഞാൻ ഇനി ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാർപ്പണല്ല എഡ്ജ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയിൻഫർ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു കർവ്ഡ് പോർഷനാണ് വന്നെങ്കിൽ നമ്മൾ ഫില്ലറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത 10 അത് നമുക്ക് വേണമെങ്കിൽ XY എന്ന് ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. ഇനി അതെവിടെ നിന്നാണ് വന്നത് എന്നാണ് ചോദ്യം. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത പോയിൻ്റ്. കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്ത ഫസ്റ്റ് 10ഉം ഇത് നമ്മൾ കട്ട് ചെയ്ത സെക്കൻഡ് 10ഉം. അങ്ങനെ കട്ട് ചെയ്ത് ഈച്ച് കോർണറിൽ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ എന്താ പറയുക ചെയിൻഫർ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇത് ഇറഗുലാറിറ്റി കൊടുക്കാം. ഇവിടെ 10 കൊടുത്തിട്ട് ഇവിടെ 5 കൊടുക്കാം, ഇവിടെ 5 കൊടുത്തിട്ട് 10 കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ചെയിൻഫർ വേണ്ടത്, ആ രീതിക്ക് കൊടുക്കാം. അപ്പം ചെയിൻഫർ ഇത്രയേ ഉള്ളൂ. ഒരു ലൈൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക,
ആ റെക്റ്റാങ്കിൾ എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് ചേംഫർ പോയിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എത്രയാണോ നമ്മൾ ചേംഫർ വേണ്ടത് ചേംഫറിൻ്റെ വാല്യൂ അടിച്ചു കൊടുക്കുക. അടുത്ത ഫില്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ, പക്ഷേ എന്താണ്, ഷാർപ്പൺഡ് എഡ്ജ് ആക്കത്തില്ല, കർവ്ഡ് എഡ്ജ് ആയിരിക്കും. അപ്പോൾ കർവ് എന്ന് കേൾക്കുമ്പോൾ, കർവ് ആർക്കെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? അതിന് ആക്ച്വലി നമുക്ക് 2 വാല്യൂസ് കൊടുക്കേണ്ടി വരത്തില്ല, ഒരൊറ്റ വാല്യൂ കൊടുക്കേണ്ടി വരത്തുള്ളൂ. ആ ഒറ്റ വാല്യൂ മിക്കവാറും റേഡിയസ് ആകാനാണ് സാധ്യത അല്ലേ? നമുക്ക് നോക്കാം റേഡിയസ് ആണോ എന്ന്. അതെ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഏതാ പോയിൻ്റ് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. റേഡിയസ് എത്രയാണെന്ന് അടിച്ചു കൊടുക്കാൻ അവർ പറയുന്നത്. ഞാൻ ഇവിടെ റേഡിയസ് ഒരു 5 അടിച്ചു കൊടുത്തു. എൻ്റർ. ഇനി ഞാൻ വരയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർക്ക്, ഇവിടുത്തെ ഈ ആർക്കുണ്ട്, ചെറിയ ആർക്ക്, ഈ ആർക്കെന്ന് പറയുന്നത്, ഈ ആർക്ക് എവിടെയാണോ ആ സർക്കിൾ വരുന്നത് ആ സർക്കിളിൻ്റെ ആ റേഡിയസ് എന്താ പറയുന്നത് 5 ആയിരിക്കും. അതായത് നേരത്തെ നമ്മൾ ചേംഫർ വരച്ചപ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ചേംഫറിൽ ഇപ്പം ഞാനൊരു 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ചേംഫർ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതാ ചേംഫർ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളും ഫില്ലറ്റ് സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ എക്സ് വൈ വാല്യൂ ഉണ്ട്, 2 വാല്യൂ കൊടുക്കണം. അതായത് ചേംഫറിൽ നമുക്ക് എക്സ് വാല്യൂ, അതായത് നമുക്കിതിന് വൈ വാല്യൂ എന്നും ഇതിന് എക്സ് വാല്യൂ എന്നും പറയാം. ആ എക്സ് എത്ര കട്ട് ചെയ്യണം അല്ലെങ്കിൽ വൈ എത്ര കട്ട് ചെയ്യണം. പിന്നെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ആംഗിൾ റേഡിയസ് ആയാലും ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന ലെങ്തും മീൻസ് 2 ആക്സസിലുള്ള ലെങ്തുകളായാലും ശരി, ഒരിക്കലും ഈ ഒരു ഡൈമെൻഷന് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്ന റെക്റ്റാങ്കിളിനേക്കാളും വലുതാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇൻവാലിഡ് എന്ന് കാണിക്കും. ഞാനിവിടെ 5 കൊടുത്തിട്ട് എനിക്ക് ഞാൻ കൊടുക്കുന്ന റെക്റ്റാങ്കിൾ 2x3 ആണെന്നുണ്ടെങ്കിൽ ആ 5 ആ ചേംഫർ അല്ലെങ്കിൽ ഫില്ലറ്റ് അവിടെ വർക്ക് ആവത്തില്ല. ഇവിടെ നമ്മൾ ചേംഫർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 എൻ്റർ. കണ്ടോ, 10 കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. അതായത് ഇവിടെ നിന്ന് 10 കട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് 10 കട്ട് ചെയ്യുന്നു, ബാലൻസ് ഉള്ള. ഇപ്പം നമുക്ക് മാക്സിമം ഇത് എത്രയാണോ ഡിസ്റ്റൻസ് അതുവരെ നമുക്ക് ഈ ചേംഫർ കട്ടാവാം. പക്ഷേ അതിനുശേഷം പോയി കഴിഞ്ഞാൽ ഒരു ഇറഗുലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്ത റെക്റ്റാങ്കിളിൽ നമുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിക്നെസ് കാണാം, എലിവേഷൻ കാണാം. തിക്നെസ്സും എലിവേഷനും ഒക്കെ വരുന്നത് 3Dയിലാണ്. അതായത് എലിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് എലിവേഷനും തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കട്ടിക്കാണ് നമ്മളത് വരയ്ക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. അത് 3Dയിലായിരിക്കും. മീൻസ് ഹൈറ്റാണ് ആ തിക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് നമുക്ക് 2Dയിൽ കിട്ടത്തില്ല, ഹൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ 3D ചെയ്യണം. ഇനി നമുക്കുള്ളത് വിഡ്ത്താണ്. വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ആ ഒരു എന്താ പറയുക പോളിലൈനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത പോലെ തന്നെയാണ്. സോറി, ഇതിങ്ങനെ വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സെലക്ഷൻ മാറ്റിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. കേട്ടോ, 10 സെലക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ചേംഫർ ഏതാണ്, ആ ചേംഫറിൻ്റെ എന്താ പറയുക ഡിസ്റ്റൻസ് ആവുന്നത്. ഇനി ഞാൻ ഫില്ലറ്റിൽ ഒരു 5 ആണ് കൊടുത്തിരുന്നത്. വിഡ്ത്ത് സെലക്ട് ചെയ്ത് ഞാനൊരു 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ, അതായത് ഈ വരച്ചിരിക്കുന്ന തിക്നെസ് 2 ആണ്. ഈ വരച്ചിരിക്കുന്ന തിക്നെസ് നേരത്തെ കൊടുത്ത 10 ആണ്. അതായത് നമുക്ക് വിഡ്ത്ത് കാണിക്കാം. ഈ വിഡ്ത്ത് എന്താ പറയുക, വിഡ്ത്ത് 2Dയിലായിരിക്കും വരുന്നത്. പക്ഷേ മറ്റേ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഹൈറ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എന്താ പറയുന്നത് 3Dയിൽ വരാനാണ് സാധ്യത. ഇതിൽ ആക്ച്വലി നമുക്ക് 3D ഇടാൻ പറ്റും, പക്ഷെ നമുക്ക് ആ കറക്റ്റ് സ്പെസിഫിക്കേഷൻ കിട്ടത്തില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ എലിവേഷനും തിക്നെസ്സും 3Dക്കകത്താണ് യൂസ് ചെയ്യുന്നത്. ബാക്കി ചേംഫറും എലിവേഷനും വിഡ്ത്തുമാണ് മെയിനായിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്നത്.